ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. നീ എന്താ വിളിക്കാത്തേ, നീ എന്താ അവിടെ പോവാത്തേ, നീ എന്താ എൻ്റെ കൂടെ വരാത്തേ, അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ നമ്മൾ. എന്താ ചെയ്യാത്തേ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു. എന്താണ്? വൈ എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വൈ വരും. വൈ എന്തുകൊണ്ടാണ്, എന്താ വിളിക്കാത്തത്? വൈ ഡോണ്ട് യു എന്ന് വെച്ചാൽ നോർമലി ഉള്ളൊരു ഹാബിച്വൽ ആയിട്ടുള്ള കാര്യമാണ് എന്താ വിളിക്കാത്തത്. അപ്പം വൈ ഡോണ്ട്, ആരാ? നീ. സോ യു. വൈ ഡോണ്ട് യു കോൾ, വിളിക്കുക കോൾ. അപ്പം വൈ ഡോണ്ട് യു കോൾ, നീ എന്താ വിളിക്കാത്തത്. അതുപോലെ നീ എന്താ ഫുഡ് കഴിക്കാത്തത്? സെയിം, വൈ ഡോണ്ട് യു ഹാവ് ഫുഡ്. അപ്പോൾ ഇതെന്തായിരിക്കും വരിക? അവൻ എന്താ സ്കൂളിൽ പോവാത്തേ? അവനാകുമ്പം ഹി ആണല്ലേ. അപ്പം ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വൈ ഡസൻറ്റ് ഹി ഗോ ടു സ്കൂൾ. എന്താ ഡസ് വന്നേ? നമ്മൾ പറഞ്ഞു ഹാബിച്വൽ ആക്ഷൻ പറയുമ്പം ഐ യു ദേ വി ഡു ആണ്. ഹി ഷീ ഇറ്റ് ടോം ഏതാണ്? ഡസ് ആണ്. അപ്പോൾ ഇവിടെ ഹി ആയതുകൊണ്ട് ഹി, വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ, അവൻ എന്താണ് സ്കൂളിൽ പോകാത്തേ എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയാലോ. നീ എന്താ ചിരിക്കാത്തേ? ചിരിക്കുക എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം അല്ലേ, സ്മൈലാണ്. അപ്പം വൈ ഡോണ്ട് യു സ്മൈൽ. അപ്പം ഇവിടെ അവളാണെങ്കിലോ, ഷീ ആയിരുന്നെങ്കിലോ വൈ ഡസൻറ്റ് ഷീ ആവും. അപ്പോൾ വൈ ഡസൻറ്റ് ഷീ സ്മൈൽ. ഓക്കെ, അവൾ എന്താ സംസാരിക്കാത്തേ? വൈ ഡസൻറ്റ് ഷീ ആയതുകൊണ്ട് അവിടെ ഡസ് ആണ്. ഓക്കെ, വൈ ഡസൻറ്റ് ഷീ സ്പീക്ക്. അതുപോലെ അവൻ എന്താ ലഞ്ച് കൊണ്ടുവരാത്തേ എന്ന് വെച്ചാൽ ഡെയിലി അവൻ ലഞ്ച് കൊണ്ടുവരാറില്ല. അപ്പോൾ ചോദിക്കുകയാണ് അവൻ എന്താ ലഞ്ച് കൊണ്ടുവരാത്തേ? വൈ അവിടെ ഡസ് ആണ്, ഹി ആയതുകൊണ്ട്. വൈ ഡസൻ ഹി ബ്രിങ് ലഞ്ച്. ഇനി അവൾ എന്താ ഇംഗ്ലീഷ് പഠിപ്പിക്കാത്തേ? അതെങ്ങനെ ചോദിക്കുന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താ, ഇപ്പോൾ നമ്മളിവിടെ ചിരിക്കാത്തതെന്നല്ല ചോദിച്ചേ, എന്താ ചിരിക്കാഞ്ഞേ? അതുകൊണ്ട് അത് കഴിഞ്ഞൊരു കാര്യമാണ്. അതവിടെ ഈ ഡോണ്ടിനോർ എന്ത് വരും? ഡിഡിൻ്റ് ആവും. വൈ ഡിഡൻ യു സ്മൈൽ. അതുപോലെ വൈ ഡിഡൻ ഹി ബ്രിങ് ലഞ്ച്, വൈ ഡിഡൻ ഷീ സ്പീക്ക്, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പം ഇതെന്താ ചെയ്യാത്തേ, മറ്റേത് എന്താ ചെയ്യാഞ്ഞേ. ഓക്കെ, രണ്ടും മാറിപ്പോയത്. വൈ ഡോണ്ട് ആൻഡ് വൈ ഡിഡൻ. ലെറ്റ് ആൻഡ് ലെറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പലർക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. ഈ രണ്ടും എങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് വരുന്ന ഡിഫറൻസസ് എന്നൊക്കെ. അപ്പോൾ ഇന്ന് അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ലെറ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ പറയാറില്ലേ, ഞാൻ പോട്ടെ, ഞാൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ അത് കഴിക്കട്ടെ, അങ്ങനെ പറയാറില്ലേ. അതിനാണ് നമ്മൾ ലെറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഇരിക്കട്ടെ, let me sit here. ഓക്കെ, അതുപോലെ let me come with you. ഞാൻ നിൻ്റെ കൂടെ വരട്ടെ. ഞാൻ ഈ മുടി കുടഞ്ഞോളന് അതിൽ കണ്ടുണ്ടാവും. ഒന്നും കൂടെ. ഇവിടെ നിന്നിട്ട് പറയാം. നമ്മൾ പറയാറില്ലേ, ഞാൻ ഇത് കഴിക്കട്ടെ, ഞാൻ പോട്ടെ, ഞാൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറയാറില്ലേ. അതിനാണ് നമ്മൾ ലെറ്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ ഇരിക്കട്ടെ, ലെറ്റ് മീ സിറ്റ് ഹിയർ. അതുപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ, let me teach you English. ഓക്കെ, അപ്പം ഇതെന്തായിരുന്നു? ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ലെറ്റ് മീ സിറ്റ് ഹിയർ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ, ലെറ്റ് മീ ടീച്ച് യു ഇംഗ്ലീഷ്. അത് എന്തും ചോദിക്കാട്ടെ. ലെറ്റ് മീ ഗോ, ഞാൻ പോട്ടെ. ലെറ്റ് മീ കോൾ യു, ഞാൻ നിന്നെ വിളിക്കട്ടെ. ഞാൻ അവളുടെ കൂടെ പോട്ടെ, ലെറ്റ് മീ ഗോ വിത്ത് ഹെർ. ഓക്കെ, അപ്പം ഈ ചെയ്യട്ടെ എന്നുള്ളതാണ് ഈ ലെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അതിനാണ് നമ്മൾ ലെറ്റ് യൂസ് ചെയ്തിട്ട് പറയുന്നത്. ഇനി ലെറ്റ്സ് എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് നമ്മൾ പറയുന്നത് അല്ല, ഇനി ലെറ്റ്സ് എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഈ ലെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലെറ്റ് അസ് ആണ് ലെറ്റ്സ്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ്. നമുക്കിന്ന് നൈറ്റ് ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് പോകാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ലെറ്റ്സ് വാച്ച് എ മൂവി, നമുക്കൊരു മൂവി കാണാം. ഓക്കെ, അതുപോലെ വേറെ എന്തൊക്കെ പറയാം, നമുക്ക് ഇത് ചെയ്യാം, അതാണ് ഈ ലെറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് കോൾ ഹിം, നമുക്ക് അവനെ വിളിക്കാം. ലെറ്റ്സ് ഗോ വിത്ത് ഹെർ, നമുക്ക് അവളുടെ കൂടെ പോകാം. നമുക്കൊരു കോഫി കുടിക്കാം. ലെറ്റ്സ് ഹാവ് സം കോഫി. നമുക്കിന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്യാം. ലെറ്റ്സ് സ്കിപ്പ് ദ ക്ലാസ്. നമുക്കൊരു വെക്കേഷന് പോവാം. ലെറ്റ്സ് ഗോ ഓൺ എ വെക്കേഷൻ. അപ്പോൾ എന്തും നമുക്കിത് ചെയ്യാം, നമുക്ക് എന്നൊരർത്ഥമാണ് ലെറ്റ്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം എന്ന് പറയാനായിട്ട് ലെറ്റ്സ് യൂസ് ചെയ്യാം. ഇനി ഇതെന്തായിരുന്നു, ലെറ്റ് എന്തായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഞാൻ പോട്ടെ, ഞാൻ വരട്ടെ, ഞാൻ ഇരിക്കട്ടെ, അതൊക്കെയാണ് ലെറ്റ് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡൗട്ട്സ് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.